ട്രേഡിംഗ് നിഫ്റ്റിയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റിൽ ഡൗ ജോൺസ് 390 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. S&P 21 പോയിന്റ് പോസിറ്റീവാണ്. പക്ഷേ നസ്ഡാക്ക് 27 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 75 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. മാർക്കറ്റിൽ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. അറൗണ്ട് ഒരു 50 പോയിൻ്റെങ്കിലും മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകും. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഉണ്ടായതിന് ശേഷം ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷമാണ് നല്ലൊരു വീഴ്ച മാർക്കറ്റിൽ ഇന്നലെ ഇൻട്രാഡേയിൽ സംഭവിച്ചത്. ഇന്ന് മിക്കവാറും നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും IT സെക്ടർ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തെ ക്യാൻഡിലിനെ ഇന്നലത്തെ ക്യാൻഡിൽ ഫുള്ള് എൻഗൾഫ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ്, ബെയറിഷ് സെൻറ്റിമെൻ്റാണ് മാർക്കറ്റിലുള്ളത്. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ തന്നെയാണുള്ളത്. മിക്കവാറും ഈ ഒരു 25,000 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് വന്നിട്ട് തിരിച്ചു കയറാനുള്ള സാധ്യത മാർക്കറ്റിൽ വളരെ കൂടുതലാണ്. 25,000 വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് മിക്കവാറും വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇന്നത്തെ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയാലും മിക്കവാറും താഴോട്ട് വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഒരു ബ്രേക്കൗട്ട് 25,300-380 ലെവലിൽ സംഭവിക്കണം. എങ്കിൽ മാത്രമേ മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുള്ളൂ. ഇതിന് താഴെ ഒരു റിജക്ഷൻ, ഇവിടെ ഫുള്ള് സെല്ലിംഗ് പ്രഷറുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ 25,300-380 ഏരിയയിൽ മാർക്കറ്റ് കയറിയാലും അവിടെ നിന്നൊരു സ്ട്രോങ് റിജക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ ഇന്നലെ സ്ട്രോങ് സെല്ലിംഗ് DISൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റോക്കിൽ കഴിഞ്ഞ FISൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഇന്നലെ ഒഴിച്ചിട്ട് ബാക്കി അതിന് മുന്നേയുള്ള 2-3 ദിവസം FIS ബൈയിങ്ങിലോട്ട് വന്നതാണ്, സ്റ്റോക്ക് ബൈയിങ്ങിലോട്ട് വന്നതാണ്. പക്ഷേ ഇന്നലെ 1,509 കോടിക്ക് സ്റ്റോക്ക് FIS സെല്ല് ചെയ്തിട്ടുണ്ട്. DIS 3,661 കോടിക്ക് ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ FIS 2.91 lakh അറൗണ്ട് 3 lakh അടുപ്പിച്ച് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് FIS. അതുപോലെ തന്നെ 31,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. പ്രോ 83,874 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ്ങും 34,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിങ്ങുമാണ്. ക്ലൈൻറ്റ് 4 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിങ്ങും. മാർക്കറ്റ് ഇപ്പോൾ ഒരു ട്രെൻഡ് തന്നെയാണ്, കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത വളരെ കൂടുതൽ. ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് അപ്പൊക്കെയാണ് വരുന്നതെങ്കിലും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റ്സിൽ ഈ ഒരു ലെവല് 25,330 പോവാം. 25,330 ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് മാർക്കറ്റ് കയറിപ്പോകാനുള്ള സാധ്യതയുള്ളൂ. മാർക്കറ്റ് ഈ ഒരു ലെവല് ഫുള്ളെന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടി മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചാലും മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഇൻട്രാഡേ ലെവൽസിൽ നമുക്ക് ഈ ഒരു ലെവല് 25,210 മുകളിലോട്ട് 25,200 ഈ ഒരു ലെവല് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ, എന്നാലും സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും, റിസ്ക് ആണ് ഇതിന് മുകളിലോട്ട്. എങ്കിലും ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ച് അത് 5 മിനിറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തരാം. ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യത പ്രൈസ് ആക്ഷനിലുണ്ട് 5 മിനിറ്റിലെ ചാർട്ടിൽ.
അപ്പോൾ ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇതിന് മുകളിൽ ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റിൽ ഇതിന് മുകളിലൊരു ഹയർ ഹൈ ഫോം ചെയ്യണം. 15 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ലോ ഇവിടെയാണ് വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്നൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹയർ ലോ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഹൈ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 25,200 ബ്രേക്കൗട്ട് കിട്ടണം. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ഗ്യാപ്പ് അപ്പ് കിട്ടി മുകളിലോട്ട് പോയി 25,200 ബ്രേക്കൗട്ട് കിട്ടിയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴെ വന്ന് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,330 ബ്രേക്കൗട്ട് കിട്ടും. അല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ താഴോട്ടൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും 15 മിനിറ്റിൽ താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഇൻട്രാഡേ ലെവൽസ് കൃത്യമായിട്ട് നോക്കിയിട്ട് ഇൻട്രാഡേ ലെവൽ ബ്രേക്കൗട്ട് സപ്പോർട്ടും നോക്കി മാത്രം എൻട്രി എടുക്കുക. ഇതൊരു ലോങ് എൻട്രി വ്യൂ ആണ് ഇതിൽ പറയുന്നത്. നമുക്ക് മുകളിലോട്ട് ഈ ഒരു ലെവൽ 25,200 റൗണ്ട് 25,200 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്. എങ്കിലും മുകളിലോട്ട് എൻട്രി നോക്കാം. ഇതിനിടയ്ക്ക് ലോങ് എൻട്രി ഒന്നും നോക്കല്, ചെറിയ പോയിന്റുകളിൽ ഈ ഒരു ലെവലിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. 25,200-നും 25,330-നും ഇടയ്ക്ക് ചെറിയ പോയിന്റുകളിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. താഴോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 25,025 ഈ ഒരു ലെവൽ ഇന്നലത്തെ ലോ തന്നെയാണ്. ഇന്നലത്തെ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലോ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം 25,110 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. ടാർഗറ്റ് വരുന്നത് 25,000 തന്നെയാണ് താഴോട്ടുള്ള സപ്പോർട്ട് വരുന്നത്. 25,110 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിനിടയ്ക്കെന്ന് പറയുന്നത് ഇത് നമ്മൾ ഇത് നോൺ ട്രേഡിംഗ് സോണാണ്. നോൺ ട്രേഡിംഗ് സോണല്ല, ഇവിടെ ട്രേഡ് ചെയ്യാം. പക്ഷേ ചെറിയ പോയിന്റുകളിൽ അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മുകളിലോട്ട് എൻട്രി എടുക്കാം. പക്ഷേ ഇതൊരു റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് 25,110 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 വരയ്ക്കും മാർക്കറ്റ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്നലെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണിത്. ഇവിടെ നിന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു. ഈ ഒരു ബ്ലൂ ലെവൽ നമ്മൾ ഇൻട്രാഡേക്ക് ലൈവ് മാർക്കറ്റിൽ തന്നതാണ്. മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതിന് താഴെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴെ വന്നു ലോവർ ലോ എടുത്ത് വീണ്ടും കയറി ലോവർ ഹൈ എടുത്തു, വീണ്ടും താഴെ വന്നു. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി വീണ്ടും ഹയർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിൻ്റെയാണ് നമ്മൾ ഇൻട്രാഡേക്ക് ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കുന്നത്. ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് വന്ന് ഇവിടെ ഒരു ലോ എടുത്ത് നിൽക്കുകയാണ്. ഇതിന് താഴോട്ട് ഒരു ലോവർ ലോ വരാണ്ടാണ് മാർക്കറ്റ് കയറുന്നതെങ്കിൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് പുതിയൊരു ഹയർ ഹൈ കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെയിൽ ട്രെൻഡ് മാറുമ്പോൾ നമുക്ക് എന്ത് വരണം? ബെൻഡ് വരണം. ഇവിടെ ബെൻഡ് വന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഹൈ കഴിഞ്ഞിട്ട് പുതിയ ഹൈ വന്നു. അപ്പോൾ നമുക്കിവിടെ ബെൻഡ് ക്രിയേറ്റ് ചെയ്തു. ബോട്ടത്തിലും ബെൻഡ് ക്രിയേറ്റ് ചെയ്തു. കാരണം ഇവിടെ ഒരു ഡബിൾ ബോട്ടം വന്നു. ഇതിൻ്റെ മുകളിൽ ഇവിടെയും ലോവർ ലോ വന്നു, ഹയർ ലോ വന്നു, ഇവിടെയും ഹയർ ലോ വന്നു. അപ്പോൾ ബെൻഡ് വന്നിട്ട് മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള സൂചന തന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പ്രൈസ് ആക്ഷനിൽ നമുക്ക് 5 മിനിറ്റിൽ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് കയറി പോകണം.
ഇന്ന് CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാരോ CPR ആണ് 25,159 തൊട്ട് 25,186 വരെയൊക്കെയാണ് CPR വരുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് CPRന് താഴെയാണ്. CPRന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. CPRന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതിന് മുകളിലൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ല CPRന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഹൈക്ക് താഴെ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. താഴോട്ടുള്ള മെയിൻ ഇൻട്രാഡേ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,058 25,034 ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും സ്ട്രക്ചർ മാറും. കാരണം ഇതിന് താഴെ മാർക്കറ്റിൽ പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഇതിന് താഴെ എന്ത് സംഭവിക്കും? ഇവിടെ വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏരിയ പോലെ ഇരിക്കും. മാർക്കറ്റ് ഇതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. ഇതിന് CPRന് മുകളിലാണ് മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഒരു അപ്പ് ട്രെൻഡിനുള്ള സാധ്യതയുമുണ്ട്. CPR നാരോ CPR ആയതുകൊണ്ട് തന്നെ CPR ബ്രേക്കൗട്ടിനുള്ള സാധ്യത മുകളിലോട്ടായിരുന്നാലും ശരി താഴോട്ടായിരുന്നാലും ശരി ബ്രേക്കൗട്ടിനുള്ള സാധ്യതയും CPRലുണ്ട്. അപ്പം കൃത്യമായിട്ട് ലൈവ് മാർക്കറ്റിലെ ഡേറ്റ കൂടെ അനലൈസ് ചെയ്തിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. അപ്പം ഏറ്റവും താഴെ സപ്പോർട്ട് വരുന്നത് 25,58 25,034, CPR വരുന്നത് 25,186 25,159. CPRന് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് 25,285 25,266. നമ്മൾ നേരത്തെ ഞാൻ 15 മിനിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് വരുന്നത് 23 330 340 ഏരിയയാണ്. പക്ഷേ ഇൻട്രാഡേയിൽ നമുക്കിവിടെ റെസിസ്റ്റൻസ് ഇല്ല. എങ്കിലും ലൈവ് മാർക്കറ്റിലുള്ള റെസിസ്റ്റൻസ് ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞ് തരുന്ന റെസിസ്റ്റൻസ് ഇവിടെ എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ പറഞ്ഞിട്ടുള്ള 23 330 വരുന്ന ഏരിയ 25 330 വരുന്ന ഏരിയയിൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയൊരു റെസിസ്റ്റൻസ് ലൈനൂടെ ആ സമയത്ത് ആഡ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ 25,285 25,266 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് വരുന്നത് 25,400 423 ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.